ഇന്ത്യ മുന്നണിക്കും പ്രത്യേകിച്ചും കോൺഗ്രസിനുമൊക്കെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അതിശയം തോന്നും. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി 2024 തെരഞ്ഞെടുപ്പിൽ 52 സീറ്റിൽ നിന്ന് 100ഓളം വരുന്ന സീറ്റുകളിലേക്ക് എത്തി വലിയ തോതിൽ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കൊരു സൂചനകൾ കാണിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടി പോലും കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള 2 തെരഞ്ഞെടുപ്പുകളിൽ, ഒന്ന് ഹരിയാനയിൽ വളരെ അനുകൂലമായ സാഹചര്യമായിരുന്നു, വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു, പക്ഷെ അതിനെ മുതലെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ആ കഴിയാത്തതിൽ നിന്ന് തന്നെ ഒരു പാഠം പഠിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഒരു പാഠം പഠിക്കലും കണ്ടില്ല. അതിനുശേഷം മഹാരാഷ്ട്രയിലും മഹായുതി സഖ്യത്തിൻ്റെ അനിതസാധാരണമായിട്ടുള്ള വിജയവും 5-4 ഭൂരിപക്ഷത്തോടെ അവർ അധികാരത്തിൽ വരുന്നതും കോൺഗ്രസ് അവിടെ തകർന്നടിയുന്നതുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള തകർന്ന ഡീൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിനുണ്ടായത് എന്ന് കോൺഗ്രസ് ഒരു സ്വയം വിമർശനം നടത്തേണ്ടതാണ്. അത് നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അവരിപ്പോഴും ഇലക്ഷൻ കമ്മീഷനെയും അതുപോലെ തന്നെ വോട്ടിംഗ് മെഷീനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 2 കാര്യത്തിലും അത്തരത്തിൽ ടാമ്പർ ചെയ്യുക, അത്തരത്തിൽ ഒരു വ്യത്യാസം വരുത്തുക എന്നുള്ളതൊന്നും എളുപ്പമുള്ളൊരു കാര്യമല്ല ഇന്ത്യ പോലൊരു രാജ്യത്ത്. കാരണം ഒരാൾക്കോ അല്ലെങ്കിൽ 5 പേരോ മാത്രം അറിഞ്ഞുകൊണ്ടൊന്നും അത്രയും കാര്യം ചെയ്യാൻ പറ്റില്ല. 100 കണക്കിന് ആളുകൾ അറിഞ്ഞുകൊണ്ട് മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് വോട്ടിംഗ് മെഷീനിലും EVM ഒക്കെ നടത്താൻ കഴിയും. അപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അത് എപ്പോഴെങ്കിലും പുറത്തു വരും. അങ്ങനെയൊന്നും വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ അത്തരം ഒരു കാര്യത്തെയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. EVM പ്രശ്നമുണ്ടായിരുന്നു എന്നൊക്കെ. ഇലക്ഷൻ കമ്മീഷൻ കാര്യത്തിൽ BJPക്ക് സഹായകരമായിട്ടുള്ള ചില സമീപനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഹരിയാനയിൽ സെലക്ഷൻ നടത്തിയ സമയത്ത് തന്നെ വേണമെങ്കിൽ മഹാരാഷ്ട്രയിൽ നടത്തായിരുന്നു, ജമ്മു കാശ്മീരിൽ ഹരിയാനയിൽ നടത്തിയതിനോടൊപ്പം അതവർ നടത്താതിരുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് തങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് കോൺഗ്രസ് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. കോൺഗ്രസ് ഇതേവരെ അത് പരിശോധിച്ചായിട്ട് നമുക്കാർക്കും അറിയില്ല. ഇപ്പോൾ ചേലക്കര എന്ന് പറയുന്ന കേരളത്തിലെ സ്ഥലത്ത് തന്നെ അവിടെ എങ്ങനെയാണ് തോറ്റത് എന്നുള്ളത് കോൺഗ്രസ് പരിശോധിക്കേണ്ടതാണ്. അത് ചെയ്തിട്ടില്ല. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയുണ്ടായി. ഉത്തർപ്രദേശിലെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടന്ന, അതായത് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള ചില മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള തോൽവിയാണ് കോൺഗ്രസിനുണ്ടായിട്ടുള്ളത്. അങ്ങനെ നിരവധി സ്ഥലങ്ങളിലുണ്ടായി. അപ്പോൾ അതൊന്നും തന്നെ പഠിക്കാനോ കൃത്യമായി സ്വയം വിമർശനപരമായൊക്കെ ഒന്ന് വിലയിരുത്താനോ പോലും കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഇങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷകളെ പോലും കെടുത്തിക്കളയുന്ന ഒരു കാര്യമാണ് പാർലമെൻറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെൻറ്റ് കൂടുന്നു, അദാനിയുടെ വിഷയം ഉയർത്തിക്കൊണ്ട്, അദാനിക്കെതിരെ US കോർട്ടിൽ വന്നിട്ടുള്ള ഇൻഡിക്റ്റ്മെൻറ്റ് ഉയർത്തിക്കൊണ്ട് എല്ലാ ദിവസവും ചെന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നേരെ അതും കഴിഞ്ഞ് സുഖമായിട്ട് പോയിരുന്ന് പുട്ടടിക്കുകയാണ് കോൺഗ്രസിൻ്റെ MPമാരെല്ലാവരും. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ഫ്ലോർ മാനേജ്മെൻറ്റൊക്കെ കുറേ കൂടി ബെറ്റർ ആണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്നുള്ള നിലക്കുള്ള ആദ്യത്തെ പ്രസംഗമൊക്കെ തന്നെ അതിഗംഭീരമായിരുന്നു. ഞാൻ നിങ്ങളോട് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ പിന്നീട് അതിനു വേണ്ടിയിട്ട് ഏതാണ്ട് അദ്ദേഹം ഒരാഴ്ചയിലധികം തയ്യാറെടുപ്പ് നടത്തിയിരുന്നു എന്നറിഞ്ഞു. സകലവിധ പ്രശ്നങ്ങളെയും അദ്ദേഹം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ളൊരു മേൽക്കൈ ഉണ്ടാകുന്നു നമുക്ക് തോന്നിയതാണ് പാർലമെൻറ്റിൽ കോൺഗ്രസ്സിന്. കാരണം ഇതേ പാർലമെൻറ്റ് സ്പീക്കറാണ്, അതേപോലെ തന്നെ ഇതേ രാജ്യസഭയാണ്, ഇതേ ലോക്സഭയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ 2 ഇത്തവണ ഇന്ത്യ മുന്നണി ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് സമയം കളയുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ 2014 മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ഇപ്പോൾ അവർക്ക് 282 സീറ്റിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് BJPക്ക് ഒറ്റക്ക്. അതിനുശേഷം വരുമ്പോൾ 303 സീറ്റ് BJPക്ക് ഒറ്റക്കും 350-ലധികം വരുന്ന സീറ്റുകൾ വലിയ ഭൂരിപക്ഷം NDA സഖ്യത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് 10 മിനിറ്റും 14 മിനിറ്റും ഒക്കെ കൊണ്ട് വളരെ സിമ്പിളായി ബില്ലുകളൊക്കെ പാസ്സാകുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. വലിയ തോതിലുള്ള ചർച്ചകൾക്കൊന്നും വഴിയൊരുക്കിയില്ല. പക്ഷെ അതിനൊക്കെ ശേഷം അതിൽ നിന്നുള്ള വലിയ വ്യത്യാസമാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ലീഡർ ഓഫ് ഒപ്പോസിഷനായി വരുന്നതും. അതിനു മുമ്പ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായില്ല, അതായത് പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടായില്ല. അതിനുശേഷമാണ് ഈ പാർലമെൻറ്റിലേക്ക് വരുന്നത്. പക്ഷേ ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ഫ്ലോർ മാനേജ്മെൻറ്റിൽ വലിയ പാളിച്ച പറ്റിയിരിക്കുന്നു. പുറത്ത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അടക്കമുള്ള ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോലും വലിയ തോതിലുള്ള വീഴ്ചകൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. കാരണം 2024 തെരഞ്ഞെടുപ്പിന് മുൻപ് കാണിച്ചിട്ടുള്ള ഒരു ആവേശമോ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഉണർവോ നിലനിർത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഇത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പരിശോധിക്കണ്ടേ. കോൺഗ്രസ് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് അവിടെ വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തുകയും പാർലമെൻറ്റ് ബോയ്ക്കോട്ട് ചെയ്ത് സുഖമായിട്ട് പോയിരിക്കുകയാണ് ചെയ്യുന്നത്.
ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഞങ്ങളില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞു. കാരണം ഇത് മാത്രമല്ല വിഷയം, മണിപ്പൂരുണ്ട്, ആളുകളുടെ തൊഴിലില്ലായ്മയുണ്ട്, GDP-യുടെ കുറവുണ്ട്, ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചും കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, അവരിപ്പോൾ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ ഈ നിലപാടെടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിട്ടുനിന്നു. ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് അല്പം ബോധം വെച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇമേജ് മാറിയത്, എങ്ങനെയാണ് കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് കോൺഗ്രസ് പഠിക്കണ്ടേ. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ജോഡോ യാത്രയും അത് ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുത്തതിൻ്റെയും നെറ്റ് എഫക്റ്റാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇത്തവണ കോൺഗ്രസ് അത് മറന്നുപോയിരിക്കുന്നു. കോൺഗ്രസ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞാൽ കൃത്യമായി വീണ് കിട്ടിയ ഒരു അവസരമാണിത്. യഥാർത്ഥത്തിൽ ഒരവസരം കോൺഗ്രസ് തന്നെ കളഞ്ഞു കുളിച്ചു. അത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ വലിയ അഴിമതി നടന്നു, കൊള്ളകളുടെ കൊള്ളയാണ് നടന്നേക്കുന്നത് എന്ന് പറഞ്ഞൊരു ആരോപണം അത് കോൺഗ്രസ്സിന് ടേക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം കോൺഗ്രസ്സൊക്കെ ചെറിയ ചില്ലറ മേടിച്ചിട്ടുള്ളതുകൊണ്ട്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ അദാനിയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു ഇൻഡിക്റ്റ്മെൻറ്റ് വരുമ്പോൾ, ഒരു കുറ്റപത്രം വരുമ്പോൾ, ഈ നമ്മുടെ സ്റ്റേറ്റിലെ, നമ്മുടെ ഇപ്പോൾ ആന്ധ്രാപ്രദേശ് അടക്കമുള്ള ജഗൻമോഹൻ റെഡ്ഡിയൊക്കെ ഇരുന്നിട്ടുള്ള സ്റ്റേറ്റുകളിലടക്കമുള്ള സ്റ്റേറ്റുകൾ ആളുകളെ ഇലക്ട്രിസിറ്റിയുടെ പേരിൽ കൊള്ളയടിക്കുകയായിരുന്നുവെന്നും അതിന് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ അദാനിയും കൂടാതെ BJPയും ഒക്കെ സഹായിക്കുകയാണെന്നും പറഞ്ഞ് വലിയ പ്രക്ഷോഭത്തിനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അപ്പോൾ അത്തരം സാധ്യതകളൊക്കെ തന്നെ അവർ പരിശോധിക്കാതെ ഗ്രൗണ്ടിലിറങ്ങി തെരുവിലിറങ്ങി ആളെ കൂട്ടിക്കൊണ്ട് ഗവൺമെൻറ്റിന് മുമ്പിൽ വലിയ സമ്മർദ്ദം ചെലുത്താതെ AC മുറിക്കുള്ളിൽ മാത്രം ഇരുന്നുള്ള ഒരു വിപ്ലവ പ്രവർത്തനം മാറ്റമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ കോൺഗ്രസ് എന്നാവാനാണ്? കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ 2014 ശേഷമുള്ള ഇപ്പോഴുള്ള 10 കൊല്ലത്തെ സമയത്തിനിടക്ക് കോൺഗ്രസോ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളോ നടത്തിയിട്ടുള്ള ഒരു സമരവും വിജയിച്ചിട്ടില്ല. പകരം കർഷകരുടെ സമരത്തിൽ ഗവൺമെൻറ്റിന് നരേന്ദ്രമോദി എന്ന് പറയുന്ന അതിശക്തനായ ഭരണാധികാരിയായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് അന്ന് വലിയ തോതിലുള്ള ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും അതിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വന്നു. നമുക്കറിയാം, കായിക താരങ്ങൾ ഡൽഹിയിൽ നടത്തിയ സമരത്തിൽ അതിന് ഗവൺമെൻറ്റിന് അടിപതറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവരുമായി പല ചർച്ചകൾക്കും ഗവൺമെൻറ് തയ്യാറാകേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കാൻ കോൺഗ്രസ് ഇനിയും പഠിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് വളരെ ഉപരിപ്ലവമായി ചില കാര്യങ്ങളെ കാണുകയും AC റൂമിലിരിക്കുകയും പാർലമെൻറ്റിനകത്തുള്ള സെൻട്രൽ വിസ്തയിൽ 20,000 കോടി മുടക്കിയിട്ടുള്ള വലിയ സുഖശീതളിമയിൽ ഇരുന്നു കൊണ്ട് മാത്രം പ്രതിഷേധങ്ങൾ നടത്തിയാൽ പോരാ. അത് കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇനി ഇത് ഓൾ ഇന്ത്യ ലെവലിൽ അഖിലേന്ത്യാ തലത്തിലുള്ള കോൺഗ്രസിനെ കുറിച്ചാണെങ്കിൽ കേരളത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ആളുകൾ നിയമസഭയിൽ ചെന്ന് VD സതീശൻ നന്നായി സംസാരിക്കും, കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കും എന്നുള്ളത് ഒഴിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ പുറമേയുള്ള ഏത് പ്രശ്നമാണ് അവർ ടേക്കപ്പ് ചെയ്യുന്നത്? ഇപ്പം നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുടെയും നിലപാട് എന്താണ്? അപ്പോൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും അതുപോലെ പിണറായി വിജയനും ഒക്കെ അനുഭവിക്കുന്ന ഒരു സുഖമെന്ന് പറയുന്നത് അവരുടെയൊക്കെ എതിരാളികൾ ഇത്തരത്തിൽ ആലസ്യത്തോടുകൂടി അലംഭാവത്തോടുകൂടി ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഗ്രൗണ്ടിലിറങ്ങി ആളെ കൂട്ടാൻ തയ്യാറാകുന്നില്ല. ആ ആളെ കൂട്ടാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്ക് വലിയ തോതിലുള്ള ഇമേജ് ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഗ്രാസ് റൂട്ടിൽ സംഘടന ശക്തിപ്പെടുത്താൻ പറ്റും. ആളുകൾ നിങ്ങളുടെ ഒപ്പം നിൽക്കും. ആ ഒപ്പം നിൽക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് രാഹുൽ ഗാന്ധിയൊക്കെ ജോഡോ യാത്ര നടത്തിയപ്പോൾ കണ്ടത്. ഇത് കണ്ട് രണ്ട് പാർട്ടികളും, അതായത് രാഹുൽ ഗാന്ധിയും ഈ പറയുന്ന VD സതീശനും ഒക്കെ പഠിക്കേണ്ടതുണ്ട്. കെ സുധാകരൻ ഇപ്പോൾ അദ്ദേഹത്തിന് വയ്യാതായിട്ടൊക്കെ ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതാണ് നല്ലത്. അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായ നേതാവൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ അങ്ങനെ തന്നെ കോൺഗ്രസ് പാർട്ടിയൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഒരത്ഭുതവും നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഇതുപോലെയുള്ള സമരമുഖത്തേക്ക് വരുന്നില്ല. യഥാർത്ഥത്തിൽ അത്തരത്തിൽ സമരമുഖത്തേക്ക് വരുന്ന അതിതീഷ്ണമായി ഗവൺമെൻറ്റിൻ്റെ ചില നടപടികളെങ്കിലും പിൻവലിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സമരങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലും കേരളത്തിലും ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ആ നിലപാടുകളിലേക്ക് പോകാൻ ഇപ്പോഴും ഈ പറയുന്ന കോൺഗ്രസിനോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനോ അഖിലേന്ത്യാ കോൺഗ്രസിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഹരിയാനയിൽ കണ്ടത്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ കണ്ടത്. ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രം ഞങ്ങളങ്ങോട്ട് ജയിച്ചേക്കുമെന്ന് പറഞ്ഞ് കോൺഗ്രസ് ഇരിക്കരുത്. മഹാ അബദ്ധമാണത്. അതുകൊണ്ട് ഇത്തവണ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം നിങ്ങൾക്കാണ്.
നിങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു അപ്രമാദിത്വം പാർലമെൻറ്റിൽ കിട്ടിയിരുന്നു. ഗംഭീരമായി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പെർഫോം ചെയ്തിരുന്നു. മണിപ്പൂരിൽ നിന്നുള്ള ചില ലോക്സഭാംഗങ്ങളടക്കം അതുപോലെ തന്നെ മഹുവ മൊയ്ത്ര അടക്കമുള്ള ആളുകൾ വലിയ ചാട്ടുളിയായി ഗവൺമെൻറ്റിന് മുന്നിൽ വലിയ പ്രതിഷേധം ഉയർത്തിവിട്ടിരുന്നു. അതൊക്കെ തന്നെ ഇന്ത്യൻ ജനതയുടെ ഉള്ളിൽ വലിയ പ്രത്യാശ നൽകിയിരുന്നു. കാരണം ഏതൊരു ജനാധിപത്യത്തിനും നല്ലത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷം ഉണ്ടാകുന്നത് കൂടിയാണ്. ആ പ്രതിപക്ഷത്തിൻ്റെ ആർജവമാണ് കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. കോൺഗ്രസ് അതിൽ നിന്ന് മറികടക്കണം എന്നാണ് കോൺഗ്രസിൻ്റെ അനുഭാവികളോടും നേതാക്കളോടും എനിക്ക് പറയാനുള്ളത്.